നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് വിധിയെഴുതുക. വോട്ടെടുപ്പ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പ്. കണ്ണൂരിലെയും കാസർഗോഡിലെയും പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാർ, കണ്ണൂരിൽ നിന്ന് മനു ഭരത്, മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കൊയിലാണ്ടിയിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, കാസർഗോഡ് നിന്ന് KV ബൈജു എന്നിവരാണ് ചേർന്നത്. ആദ്യം വിനേഷിലേക്ക് പോവുകയാണെങ്കിൽ വിനേഷ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായില്ലേ? മോക്ക് പോളിംഗ് അടക്കം ആരംഭിച്ചിട്ടുണ്ടോ രാവിലെ? രഞ്ജിനി, ഞാനിപ്പോൾ നഗരമധ്യത്തിലുള്ള പറയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണുള്ളത്. ഇവിടെ ഇതാ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 7 മണിയോടുകൂടി തന്നെ കൃത്യമായി വോട്ടിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. ആളുകൾക്ക് യഥാസമയം തന്നെ മാസ്ക് ധരിച്ചിരിക്കണം. ഒപ്പം തന്നെ അതുപോലെ സാധാരണ നിലയിലുള്ള ID കാർഡും മറ്റും കൊണ്ടുവരണം. ഒപ്പം തന്നെ ഇവിടെ സാനിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ തെർമൽ സ്കാനിംഗ് നടത്തുന്നതിനുള്ള സംവിധാനമുണ്ട്. കൃത്യമായി സാമൂഹിക അകലം എല്ലാവരും പാലിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഓരോ സ്ഥലത്തും വരച്ചിട്ടുണ്ട്. ആളുകൾ നിൽക്കേണ്ട സ്ഥാനം വരെ വരച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ 25 ലക്ഷത്തി ചില്ലാനം വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇതിൽ എത്ര ശതമാനം വോട്ട് ചെയ്യും എന്നറിയണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ, പൂർണ്ണമായി അറിയണമെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും കോഴിക്കോട് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ആയി കഴിഞ്ഞു. പ്രശ്നാധിത ബൂത്തുകളുണ്ട്. പ്രശ്ന ബൂത്തുകളിൽ യഥാസമയം തന്നെ കൂടുതൽ പോലീസിനെയും മറ്റും നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വടകര മേഖലയിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അശ്വിൻ വല്ലത്ത് പറയുന്നതാണ്. എന്തായാലും കോഴിക്കോട് നഗരത്തിലെ ഒരു അവസ്ഥ, നഗരത്തിൽ രാവിലെ 5:30 മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി. 5:45 ശേഷമാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ബൂത്തുകളിൽ ഉണ്ടാവും. രഞ്ജിനി, ഒപ്പം തന്നെ എന്തായാലും 7 മണിയോട് കൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. ഇപ്പോൾ അവിടെ മോക്ക് പോളിംഗ് അടക്കം പുരോഗമിക്കുകയാണ്. പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അത് വടകര മേഖലയിലടക്കം പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് എല്ലാം തന്നെ വരാം. വിനേഷ്, എന്തായാലും ഈ കഴിഞ്ഞ 1ാം ഘട്ടത്തിലായാലും 2ാം ഘട്ടത്തിലായാലും ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇത്തവണയും അങ്ങനെ ഒരു മികച്ച പോളിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ മുന്നണികൾ? എങ്ങനെയാണ് അവരുടെ ഈ ഒരു അവസാന ഘട്ടത്തിലെ പ്രതീക്ഷകളും സാധ്യതകളും ഒക്കെ? രഞ്ജിനി, തീർച്ചയായും അത്തരത്തിലുള്ളൊരു സാധ്യതകൾ തന്നെയാണ് മുന്നണികൾ പറയുന്നത്. കാരണം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയായിരിക്കും ഇവിടെ വോട്ടർമാർ എത്തുക. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ പോളിംഗ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. കാരണം വലിയൊരു കോലാഹലമൊന്നും ഇല്ലാത്ത പ്രചാരണമാണെങ്കിൽ പോലും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പൂർണ്ണമായും ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷം പോലും ഉണ്ടായിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. അത്രത്തോളം ആവേശത്തിലാണ് ആളുകൾ. എന്തായാലും അത് വലിയ തോതിൽ തന്നെ വോട്ടായി പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്കറിയാം, കോഴിക്കോടിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇടതുപക്ഷത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അതിനുള്ള അവർ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളും മറ്റും ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ ഈ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും മറ്റും വെച്ചുകൊണ്ട് തന്നെ UDF ഇതിനെ പ്രതിരോധിക്കുകയും ഇത്തവണ LDF ഈ ഇടതു കോട്ടകൾ തകർക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ UDFും പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ സീറ്റുകൾ പിടിച്ചടക്കാനുള്ളൊരു ശ്രമമാണ് BJP നേതൃത്വം നൽകുന്ന NDAയുടെ നേതൃത്വത്തിലും നടക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു പ്രചാരണം കഴിഞ്ഞ കുറച്ച് ദിവസം, ഇന്നലത്തെ നിശബ്ദ പ്രചാരണത്തിൽ പോലും സ്ഥാനാർത്ഥികളും ആളുകളും പതിവ് പോലെ തന്നെ കൃത്യമായി കോവിഡ് പ്രോട്ടോകോളും മറ്റും പാലിച്ചുകൊണ്ട് തന്നെ വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പോളിംഗ് വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കുള്ളത്. രഞ്ജിനി, ശരി. വിനേഷ് തുടരുക. കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ KV ബൈജു അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ബൈജു, മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടില്ലേ? എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം? ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഒരു മികച്ച പോളിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ മുന്നണികൾ. എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങളൊക്കെ? ബൈജു, കേൾക്കാമെങ്കിൽ ബൈജു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ?
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. അതിന് മുന്നോടിയായുള്ള മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ എല്ലായിടങ്ങളിലും പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ മനു ഭരത് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. മനു, എങ്ങനെയാണ് കണ്ണൂരിൽ കാര്യങ്ങൾ? മോക്ക് പോളിംഗ് ഒക്കെ പുരോഗമിക്കുകയല്ലേ? ഒപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ അടക്കമുണ്ട്. ഇവിടങ്ങളിലെയൊക്കെ സുരക്ഷ കൂടി എങ്ങനെയാണ്? രഞ്ജിനി, ഞാനിപ്പോൾ ഉള്ളത് പിണറായിലെ ചേരിക്കൽ ബേസിക് സ്കൂളിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ 8 മണിയോടുകൂടി എത്തിച്ചേരുക. രഞ്ജിനിക്ക് കാണാൻ കഴിയും, ഈ മോക്ക് പോളിംഗിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ അതിന്റെ ആദ്യഘട്ട പരിശോധനകൾ നടത്തുന്നു. മോക്ക് പോളിംഗ് ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി പ്രമുഖരാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വോട്ട് ചെയ്യുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യും. അതുപോലെ മന്ത്രി ഇ പി ജയരാജൻ അരോളി GHSലാണ് വോട്ട് ചെയ്യുക. മന്ത്രി AK ശശീന്ദ്രൻ മേലെച്ചൊവ്വയിലെ ധർമ്മസമാജം സ്കൂളിൽ വോട്ട് ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെറുവാഞ്ചേരി LP സ്കൂളിൽ വോട്ട് ചെയ്യും. കെ സുധാകരൻ MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ കണ്ണൂർ ആലിങ്കലിലാണ് വോട്ട് ചെയ്യുന്നത്. BJP നേതാക്കളായ PK കൃഷ്ണദാസും ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. അതുപോലെ AP അബ്ദുള്ളക്കുട്ടി പള്ളിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആണ് വോട്ട് ചെയ്യുക. PK കൃഷ്ണദാസ് തലശ്ശേരിയിലെ സെയ്താർ പള്ളിയിലെ മദ്രസത്തുൽ മുബാറക് UP സ്കൂളിലാണ് വോട്ട് ചെയ്യുക. അങ്ങനെ നിരവധി പ്രമുഖർ കണ്ണൂരിൽ വോട്ട് ചെയ്യുന്നു. സുഗമമായി പോളിംഗ് നടക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ വലിയ പോലീസ് സുരക്ഷ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി നേരത്തെ വ്യക്തമാക്കിയത്. 7,900 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ആവശ്യങ്ങൾക്കായി ജില്ലയിലുടനീളം വിന്യസിച്ചിട്ടുള്ളത്. ഇതിൽ 2,500 പേർ ജില്ലയ്ക്കകത്തുനിന്നുള്ളവരും 5,000-ഓളം പേർ പുറത്തുനിന്ന് ഉള്ള ഉദ്യോഗസ്ഥരുമാണ് സുരക്ഷാ കാര്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. 1,691 ബൂത്തുകൾ പ്രശ്നസാധ്യത ബൂത്തുകളാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിൽ 940 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ടാകും. 500 ബൂത്തുകളിൽ വീഡിയോഗ്രാഫിയും നടക്കുന്നുണ്ട്. 29 ബൂത്തുകൾ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കർശന സുരക്ഷയുണ്ടാകും. തണ്ടർബോൾട്ടിന്റെ സഹായമുണ്ടാകും. സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഈ മേഖലകളിൽ പ്രവർത്തിക്കും. അങ്ങനെ പോലീസ് പെട്രോളിംഗ് ഉണ്ടാകും. സുഗമമായ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് തുടരെ വിലയിരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ 12,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പോളിംഗ് നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഉടനീളം പ്രവർത്തിക്കുന്നത്. ഇവരുടെ വിന്യാസമെല്ലാം പൂർത്തീകരിക്കുന്നു. എല്ലാം സുഗമമായി നടക്കും എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിൽ ഈ രാഷ്ട്രീയ അക്രമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിനാണ് വഴി നൽകുന്നത്. മറ്റു പലയിടങ്ങളിലുമൊക്കെ ചെറിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വളരെ ശാന്തമായി കണ്ണൂർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നത് ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു കാര്യമായി തന്നെ കാണുന്നു. ഈ മലയോര മേഖലകളിലൊക്കെ വളരെ കർശനമായുള്ള പോലീസ് നിരീക്ഷണം ഉണ്ട്. അങ്ങനെ ഈ പോളിംഗ്, അതായത് 1,682 സ്ഥാനങ്ങളിലേക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിൽ 18 സ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഫലം വ്യക്തമായി കഴിഞ്ഞു. അതിൽ എതിരാളികളില്ലാത്തതിനാൽ LDF സ്ഥാനാർത്ഥികളാണ് ഈ 18 ഇടങ്ങളിലും ജയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനവും ശ്രദ്ധേയമായത് ഈ ആന്തൂരിലെ 6 സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ അവിടെ 14 സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാതെ അവർ തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഇത്തവണ 6 സ്ഥാനാർത്ഥികൾക്ക് അവിടെ എതിരില്ല. സമാനമായ രീതി തന്നെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലുണ്ട്. അവിടെ 5 പേർക്ക് എതിരാളികളില്ല. തലശ്ശേരി നഗരസഭ, അവിടെ ഒരാൾക്ക് എതിരാളിയില്ല. തളിപ്പറമ്പിൽ ഒരാൾക്ക് എതിരാളിയില്ല. അങ്ങനെ 18 ഇടങ്ങളിൽ എതിരാളികളില്ലാതെ നേരത്തെ തന്നെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വാദപ്രതിവാദങ്ങളുമായി ഇരു മുന്നണികളും എത്തി. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പറഞ്ഞത് കള്ളവോട്ടിനുള്ള സാധ്യത വളരെ വ്യാപകമായി കണ്ണൂർ ജില്ലയിലുണ്ട്, അതിനെതിരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ഈ കള്ളവോട്ട് തടയുന്നതിനായി എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഉള്ളവരെ ചേർത്തുകൊണ്ടൊരു കർമ്മസമിതി വൈകാതെ രൂപീകരിക്കുമെന്നും കെ സുധാകരൻ MP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ MV ജയരാജൻ പരാജയം മണക്കുന്ന UDF ക്യാമ്പിന്റെ ആവലാതികളായാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. LDFന്റെ വിജയത്തെ കണ്ട് ഭയന്നുകൊണ്ടാണ് ഈ കള്ളവോട്ട് എന്ന അപവാദ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം അതിന് തിരിച്ച് മറുപടി പറയുകയും ചെയ്തിരുന്നു. ഏതായാലും വളരെ സുഗമമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നടക്കുന്നു. ഏറെക്കുറെ സമാധാനപൂർവ്വമായി കാര്യങ്ങൾ നീങ്ങുന്നു. ഈ കൊട്ടിക്കലാശം തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.
കാര്യമായ ഒരു പ്രശ്നം ഈ കൊട്ടിക്കലാശത്തിനോടോ അതോടനുബന്ധിച്ചോ ഒന്നും തന്നെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായില്ല. ഏറ്റവും എടുത്തു കാണുന്നത് അങ്ങനെ അക്രമ സംഭവങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനത്തോടെ എടുത്തു കാണുന്നത്. മനു, ഈ ഒരു അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആർക്കാണ് ഒരു മേൽക്കൈ? LDFന് കൃത്യമായി മേൽക്കൈ ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. പ്രത്യേക എല്ലായിടങ്ങളിലും LDF മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. ഈ കോർപ്പറേഷന്റെ ഭരണം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം 3 മേയർ മാറി മാറി വന്ന ഒരു ഭരണമാണ് കോർപ്പറേഷനിൽ നമ്മൾ കണ്ടത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഈ വിമതന്റെ മനസ്സിനിപ്പിനൊപ്പം മാറി മാറിയ ഭരണങ്ങൾ എങ്ങനെയാണ് ഇത്തവണ ഒരു സാധ്യത? കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയായിരിക്കുമല്ലോ മുന്നണികൾ. എങ്ങനെയാണ് കാണേണ്ട സാധ്യതകളെല്ലാം? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ഈ 1682 സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ 1000-ലധികം ഈ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുള്ളത് LDFന് തന്നെയാണ്. അതുകൊണ്ട് വ്യക്തമായൊരു മേൽക്കൈ LDFന് ജില്ലയ്ക്കകത്തുണ്ട് എന്നത് സംശയത്തിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഇതിൽ ഒരു പ്രധാന ഘടകം ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഇപ്പോൾ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഴുവനും ഭരിക്കുന്നത് LDF ആണ്. നഗരസഭകളിൽ 5 LDFന്റെ കയ്യിലാണ്. മട്ടന്നൂരിൽ അവരുണ്ടെങ്കിലും പക്ഷേ ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അതല്ലാത്ത 3 ഇടങ്ങളിൽ മാത്രമാണ് UDFന് ഒരു ഭരണസമിതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ജില്ലയിൽ ഒരു LDFന് മേൽക്കൈയുള്ളൊരു ഇടമാണ്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ രഞ്ജിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 27 എന്നുള്ള ഒരു സംഖ്യാബലം ഉണ്ടാവുകയും ഒപ്പം ഒരു വിമതൻ ജയിച്ചു വന്ന VK രാഗേഷിന്റെ താല്പര്യാർത്ഥം അല്ലെങ്കിൽ അദ്ദേഹം ഏത് മുന്നണിയിലേക്ക് നിൽക്കുന്നോ അങ്ങോട്ടേക്ക് ഭരണം മാറുന്ന ഒരു സാഹചര്യം കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായി. ഏതായാലും ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്ന് 2 മുന്നണികളും ഒരുപോലെ തറപ്പിച്ച് പറയുന്നു. 40ഓളം സീറ്റുകൾ ജയിക്കും എന്ന പ്രതീക്ഷ UDF ക്യാമ്പ് വെച്ച് പുലർത്തുമ്പോൾ ആദ്യത്തെ 3.5 വർഷത്തെ മികച്ച പ്രകടനം കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു നേട്ടമാകും എന്നതാണ് LDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും 3 മേയർമാരും ഇത്തവണ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്ന 3 മേയർമാരും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തില്ല. പക്ഷേ 2 മുന്നണികളും ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ മറ്റൊരു വലിയൊരു ഫാക്ടർ വന്നിട്ടുള്ളത് ഈ BJPയുടെ ഒരു സാന്നിധ്യമാണ്. 2 വാർഡുകളിൽ ശക്തമായ സാന്നിധ്യമായി BJP ഉയർന്നു വന്നിരിക്കുന്നു. 5 വാർഡുകളിൽ അങ്ങനെയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സാഹചര്യങ്ങളും അങ്ങനെയാണ്. എന്തായാലും പ്രതീക്ഷകളിൽ തന്നെയാണ് മുന്നണികൾ. കാസർഗോഡേക്ക് വരികയാണെങ്കിൽ KV ബൈജു അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ബൈജു, കാസർഗോഡ് മോക്ക് പോളിംഗ് ഒക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, അതിർത്തി ജില്ലയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഉള്ളത് പരപ്പനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മന്ത്രി E ചന്ദ്രശേഖരൻ 7 മണിയോടുകൂടി തന്നെ പറഞ്ഞോളൂ ബൈജു. മന്ത്രി E ചന്ദ്രശേഖരൻ 7 മണിയോടുകൂടി തന്നെ ഇവിടെ ബൂത്ത് രേഖപ്പെടുത്താനെത്തും. എന്തായാലും 1409 പോളിംഗ് ബൂത്തുകളാണ് ഈ ജില്ലയിലുള്ളത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. എന്തായാലും മോക്ക് പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാശിയ പ്രചരണമായിരുന്നു കാസർഗോഡ് ജില്ലയിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ 3 നഗരസഭ, 38 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. പല ഇടങ്ങളിലും ത്രികോണമായ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് BJPയുടെ ഒരു കരുത്ത്. ജില്ലാ പഞ്ചായത്തിലാണ് ഏറ്റവും അഭിമാനമായ പോരാട്ടം നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നാണ്. രഞ്ജിനി, അവിടെ നിന്ന് KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും CV അനുമോദ് ചേരുന്നുണ്ട്. മലപ്പുറത്ത് എങ്ങനെയാണ് അനുമോദ് സാഹചര്യം? മോക്ക് പോളിംഗ് ഒക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? നിരവധി ഏറ്റവും അധികം വോട്ടർമാരുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. എങ്ങനെയാണ് അവിടെ സാഹചര്യം? രഞ്ജിനി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണക്കാട് CKMLP സ്കൂളിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം വോട്ടർമാർ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. 33,57,646 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇവർക്ക് വേണ്ടി 3,975 പോളിംഗ് ബൂത്തുകൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ മലപ്പുറത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത പരിശോധിക്കുക. തീരപ്രദേശം മുതൽ മലനിര
വൻകരകൾ വരെ ഈ ഒരു ജില്ലയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും പല സാഹചര്യങ്ങളാണുള്ളത്. ഏറ്റവും അധികം ശ്രദ്ധ നൽകുന്നത് മലയോര മേഖലയിൽ തന്നെയാണ്. കാരണം അവിടെ മാവോ ഭീഷണി നിലനിൽക്കുന്ന 87 ബൂത്തുകളുണ്ട്. ഇവിടേക്കെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ സുരക്ഷാ സന്നാഹങ്ങൾക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നു. 6000-ലധികം പോലീസുകാരെ, അവരോടൊപ്പം കേന്ദ്രസേന, അതുപോലെ തന്നെ സ്പെഷ്യൽ ബറ്റാലിയൻസ്, സ്ട്രൈക്കിംഗ് ഫോഴ്സ്, ഇവരെല്ലാം തന്നെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് CKMLP സ്കൂൾ പാണക്കാടാണ്. ഇവിടെ ആണ് ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സാദിഖ് ശിഹാബ് തങ്ങളൊക്കെ ഇവിടെയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യം നിരീക്ഷിക്കുകയാണെങ്കിൽ UDFന് കൃത്യമായ മേധാവിത്വമുള്ള, മൃഗീയ ഭൂരിപക്ഷമുള്ള എന്നെല്ലാം പറയാവുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആണ് LDF ചരിത്രത്തിലില്ലാത്ത വിധം നേട്ടമുണ്ടാക്കിയത് 2015-ൽ. അതിനുശേഷം അന്ന് അത്തരത്തിലുള്ള ഏറ്റവും നേട്ടം ഉണ്ടാക്കാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാരണം ലീഗിനും കോൺഗ്രസിനും ഇടയിൽ വലിയ തോതിലുള്ളൊരു ഭിന്നത പലയിടത്തും നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിൽ ആ സാഹചര്യമെല്ലാം മാറിയിട്ടുണ്ട്. മുൻപ് 2015-ൽ ലീഗും കോൺഗ്രസും 24 പരസ്പരം ഏറ്റുമുട്ടിയെങ്കിൽ ഇന്നത് 3 മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. UDFൻ്റെ ഐക്യം തന്നെയാണ് UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. ജില്ലയിലെ പഞ്ചായത്തുകളിൽ 94 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 57 UDFൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ നഗരസഭകളിൽ 12-ൽ 9 UDF ആണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ൽ 12 UDF ആണുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 32 ഡിവിഷനിൽ 27 UDFൻ്റെ പക്കലാണ്. ഇത്തരത്തിൽ UDFന് കൃത്യമായ മേധാവിത്വമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ മേഖലയിൽ 2015-ൽ ഏറെ നേട്ടമുണ്ടാക്കിയ LDF അതേ ഒരു സാഹചര്യം തുടരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം, മലപ്പുറത്തെ പ്രചാരണ വിഷയമായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള UDFൻ്റെ നീക്കുപോക്കുകളാണ്. ഏകദേശം 30-ലധികം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് LDF ആരോപിക്കുന്നത്, LDF പറയുന്നത്. അത് UDFും നിഷേധിക്കുന്നില്ല. ഇത് എത്രമാത്രം പോളിംഗിൽ പ്രതിഫലിക്കുമെന്നതാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഈ നീക്കുപോക്ക് എവിടെയെല്ലാം ഗുണം ചെയ്യും, അതുപോലെ തന്നെ എവിടെയെങ്കിലും ദോഷം ചെയ്യുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത്. ഇത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് പരമ്പരാഗത മുസ്ലിം വോട്ടുകൾ ലീഗിലേക്ക് പോകുന്നതിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്നതിൽ നിന്നും ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വലിയൊരു ആരോപണം, വലിയൊരു പ്രചാരണമാണ് LDF ജില്ലയിൽ നടത്തിയിരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ജില്ലയെ സംബന്ധിച്ച്. BJPയും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ നടത്തിയ പദ്ധതികളാണ് അവർ പ്രധാനമായും പ്രചാരണത്തിന് വിഷയമാക്കിയത്. BJPക്ക് ശക്തിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന മേഖലയിലാണ് അവർ കൂടുതലും പ്രചരണത്തിന് ശ്രദ്ധ നൽകിയത്. അതും പടിഞ്ഞാറൻ മേഖലയിലായിരുന്നു BJPയുടെ പ്രചാരണം ശക്തമായത്. കുമ്മനം രാജശേഖരനും K സുരേന്ദ്രനും അടങ്ങുന്ന വലിയ നേതാക്കളൊക്കെ തന്നെ ആ മേഖലയിലാണ് പ്രചരണത്തിനെത്തിയത്. 39 സീറ്റുകളായിരുന്നു BJP കഴിഞ്ഞ തവണ നേടിയതെങ്കിൽ ഇത്തവണ അത് 70-ലും മേലിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് അവരെ സംബന്ധിച്ചുള്ളത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ. എന്താണെങ്കിലും മോക്ക് പോളിംഗ് ഇപ്പോൾ CKMLP സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട്. ശരി, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അനുമോദ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മോക്ക് പോളിംഗും അവിടെ പുരോഗമിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. 7 മണിക്ക് തന്നെ കൃത്യമായി വോട്ടെടുപ്പ് ആരംഭിക്കും. അങ്ങനെയുള്ള വിശദാംശങ്ങൾ അനുമോദ് അവിടെ നിന്ന് നൽകുന്ന. അനുമോദ്, നിരവധി പ്രശ്നബാധിത ബൂത്തുകൾ കൂടി ജില്ലയിലുണ്ടല്ലോ. അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം എങ്ങനെയാണ്? ഒപ്പം തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ലയാണ് അനുമോദ് തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആദ്യഘട്ടത്തിലായാലും രണ്ടാം ഘട്ടത്തിലായാലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും. ഇത്തവണയും ജില്ലയിൽ നല്ലൊരു പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയിലാണോ കാണുന്നത്? അങ്ങനെ ഒരു പ്രതീക്ഷയിലാണോ മുന്നണികളും? പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കുക എന്ന ഉദ്യമമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിലുള്ളത്. കഴിഞ്ഞ തവണ 70% മുകളിൽ പോളിംഗ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തവണയും അത്തരത്തിലൊരു പോളിംഗ് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയോ പോലെ ഒരു ഉയർന്ന പോളിംഗ് ശതമാനം ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കാറില്ല. അത് മലപ്പുറത്തിൻ്റെ ഒരു രീതി, കാലങ്ങളായിട്ടുള്ള അത്തരത്തിലൊരു രീതിയാണ്. പല പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയൊരു ഉദ്യമം തന്നെയാണ്. കാരണം കോവിഡ് പ്രതിസന്ധി കാരണം ഇതുവരെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത നിരവധി പേര് ഒരു വലിയ മേഖലയിൽ തന്നെ ഉണ്ട്. അവരെയെല്ലാം തന്നെ ഈ സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്നും വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെന്നും ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക, അവരെ വോട്ട് ചെയ്യുക. സാധാരണയിൽ കവിഞ്ഞ്
ഒരുപാട് സമയവും വോട്ടിങ്ങിന് വേണ്ടി ഇത്തവണ വേണ്ടിവരും. കാരണം ക്യൂ നിൽക്കുന്നതിനാണെങ്കിലും അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും സാധാരണ എന്ന പോലെ പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം പേരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കരുതുന്നത്. നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്, മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് എന്ന് കരുതുന്ന പോലീസിൻ്റെ പട്ടികയിലുള്ള 87 ബൂത്തുകളുണ്ട്. ഇത് 53 കെട്ടിടങ്ങളിലായിട്ടാണ് ഈ ബൂത്തുകൾ നിൽക്കുന്നത്. അവിടെയെല്ലാം പ്രത്യേക നിരീക്ഷണത്തിനും പ്രത്യേക സേനയുടെയും നിയന്ത്രണത്തിലായിരിക്കും ഈ മേഖല ഉണ്ടാവുക. അവിടെ വെബ്കാസ്റ്റിങ്ങും അതുപോലെ തന്നെ വീഡിയോ കവറേജും അടക്കമുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. SP-യുടെ നിയന്ത്രണത്തിൽ 13 DYSP-മാരും 43 CI-മാരും ഈ സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. 6190 പോലീസുകാർ ജില്ലയിൽ 3975 ബൂത്തുകളിലെ സുരക്ഷാ കാര്യങ്ങൾക്കായി 6190 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 22 സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ സുരക്ഷാ കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് പുറമെ KAP, MSP, IRB തുടങ്ങിയ ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരും മലപ്പുറത്ത് ഉണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ച് ഇത്രയും അധികം ഒരു പോലീസിൻ്റെ ഒരു സന്നാഹം വിന്യസിക്കുന്നത് തന്നെ ഏറെ സാധാരണ ഉണ്ടാകാത്ത കാര്യമാണ്. ഇതിന് പ്രധാനപ്പെട്ട ഇത്തവണ മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രശ്നബാധിത ബൂത്തുകൾ അടക്കം ജില്ലയിലുണ്ട്. ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ലയാണ്. അല്പസമയത്തിനകം തന്നെ ഈ 3ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കും. 7 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. ഇപ്പോൾ എല്ലായിടങ്ങളിലും മോക്ക് പോളിംഗ് എല്ലാം പുരോഗമിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയാണ്, വളരെ വേഗത്തിൽ മടങ്ങിയത്. ആരംഭിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ഇന്ന് വിധി എഴുതുക. ഇപ്പോൾ അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? രഞ്ജിനി, കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്. ഇവിടെ വാർഡ് നമ്പർ 11, കൊയിലാണ്ടി നഗരസഭയിലെ 11ാം വാർഡിലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുക. മോക്ക് പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മെഷീൻ സീൽ ചെയ്തു. ഇനി വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി വോട്ടുകൾ നേരത്തെ തന്നെ പോൾ ചെയ്യിക്കാനായിരിക്കും എല്ലാ മുന്നണികളും 3 മുന്നണികളും ശ്രമിക്കുക. ഇവിടെ ഒരുക്കങ്ങളെല്ലാം കൃത്യമാണ്. അത് മാത്രമല്ല, ഈ കോവിഡ് സമയമായതുകൊണ്ട് തന്നെ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു, കുട്ടികളെ അടക്കം ബൂത്തിലേക്ക് കൊണ്ടുവരരുത്, പോളിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ കുളിക്കണം. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റേതായിട്ട് തന്നെ നേരത്തെ തന്നെ വന്നിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 3000-ഓളം ബൂത്തുകളുള്ളതിൽ 1000-ലധികം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിൽ തന്നെ ഹൈലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബൂത്തുകളുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് മേഖലയിൽ, വിലങ്ങാട് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് മേഖലകളിൽ തണ്ടർ ബോൾട്ടിന്റെ അധിക സുരക്ഷ കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ദിവസമുണ്ടായ ചില സംഘർഷങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് എല്ലായിടത്തും ഈ വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരത്തോടുകൂടി സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും കൃത്യമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളവോട്ടിനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടായാൽ അത് തടയും, അത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കോഴിക്കോട് നമുക്കറിയാം, കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ ഇത്തവണ ആ സ്വാധീനമെല്ലാം മാറി മറിയും, കോട്ടകൾ ഇളകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ
LDF ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതേപോലെ മുഖ്യമന്ത്രി എന്ന ക്രൈസിസ് മാനേജരെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു പ്രചാരണമാണ് നടത്തിയതെങ്കിൽ UDF വലിയ തോതിൽ വിവാദങ്ങൾ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ഉയർന്ന ആരോപണങ്ങളും വിവാദങ്ങളുമെല്ലാം ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു. BJPയും മോഡി സർക്കാരിന്റെ നേട്ടങ്ങളും ഒപ്പം തന്നെ ഈ പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളും വലിയ രൂപത്തിൽ വിഷയമാക്കി. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടി ബന്ധം, UDFന്റെ വെൽഫെയർ പാർട്ടി ബന്ധം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ മുക്കം നഗരസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ആ സഖ്യം UDFന് ഗുണം ചെയ്യുമോ എന്ന് അടക്കം അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. ഇനി അങ്ങോട്ടേക്ക് വെൽഫെയർ പാർട്ടി UDFനൊപ്പം ഉണ്ടാവുമോ, അത് ഏതെങ്കിലും തരത്തിൽ UDFന് ഗുണം ചെയ്യുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും വോട്ടർമാർ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം പോളിംഗ് ആരംഭിക്കാൻ പോകുന്നു. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. രഞ്ജനി, ശരി, അല്പസമയത്തിനകം അരമണിക്കൂർ കൂടി മാത്രമാണ് ബാക്കിയുള്ള 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. വിവിധ ഇടങ്ങളിലെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവെക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ കാട്ടൂർ കിഴക്ക് വാർഡിലെ ഒരു ബൂത്തിൽ ഇന്ന് റീപോളിംഗ്. സർവോദയപുരം സ്മാൾ സ്കെയിൽ കെയർമാറ്റ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലെ 2ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് വീണ്ടും വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറ് മൂലം രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് വരണാധികാരി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നത്. ഒരു ഇടവേളയിലേക്ക് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി കർഷക സംഘടനകൾ. ഇന്ന് ഡൽഹി അതിർത്തികളിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകർ നിരാഹാരമിരിക്കും. ഡൽഹി ആഗ്ര, ഡൽഹി ജയ്പൂർ ദേശീയപാതകളിലെ ഉപരോധ സമരവും തുടരും. കർഷകർക്ക് പിന്തുണയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കും. സമരം 19ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. കേന്ദ്രം പലവട്ടം കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. രാവിലെ 8 മണി മുതൽ 5 മണി വരെ നിരാഹാര സമരം നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഡൽഹി അതിർത്തികളിൽ പ്രക്ഷോഭം തുടരുന്ന കർഷകർ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. ഡൽഹി ആഗ്ര, ഡൽഹി ജയ്പൂർ ദേശീയപാതകളിലെ ഉപരോധ സമരവും തുടരും. और ये नहीं कि जरूरत की चीजें, जैसे बहुत बार कहते हैं कि दूध और सब्जी भी बंद करेंगे, वो हम कॉन्सेप्ट क्लियर कर देते हैं. हमारा सब ये यहाँ क्लियर हो गया कि दूध और सब्जी वाला भी फार्मर्स है. अगर हम किसी का बंद करेंगे तो एक का बंद होगा और कंपनी वालों को फायदा होगा. उसको हमने क्लियर कर रखा है कि आप अपना दूध सब्जियां वहाँ पे बेच सकते हैं, क्योंकि कंज्यूमर वो महंगा नहीं दौड़ना चाहते. കർഷകർക്ക് പിന്തുണയർപ്പിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും AIP നേതാക്കളും നിരാഹാരമനുഷ്ഠിക്കും. കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ച് പഞ്ചാബിൽ നിന്നുള്ള MPമാർ ജന്തർ മന്ദിറിൽ ധർണ നടത്തും. സമരം ശക്തിപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയിട്ടില്ല. കാർഷിക നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നും പരിഷ്കാരത്തിന്റെ ആവശ്യകത ഇവർക്ക് വ്യക്തമായി അറിയാമെന്നുമായിരുന്നു കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കർഷകരുമായി ചർച്ച നടത്തിയെന്നും അവർ നിയമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. കർഷകരെ അനുനയിപ്പിച്ച് വീണ്ടും ചർച്ച നടത്തുന്നതിനുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. എന്നാൽ ആദ്യം നിയമം പിൻവലിക്കുക, പിന്നീട് ചർച്ചയാക്കാമെന്ന നിലപാടിലാണ് കർഷകർ. പിന്തുണയുമായി രാജസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നത് കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. കർഷക സമരത്തിന് പിന്തുണയറിയിച്ച് സംസ്ഥാനത്ത് ഇന്ന് വ്യാപക സമരപരിപാടികൾ നടക്കും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം 3ാം ദിവസവും തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ സമരം ഉദ്ഘാടനം ചെയ്യും. കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് 2 മാസം ശേഷിക്കെ പ്രീ ബജറ്റ് ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. മുൻനിര വ്യവസായികളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് കൂടിക്കാഴ്ച. ബജറ്റിന് മുമ്പായി സാമ്പത്തിക വിദഗ്ധർ, കാർഷിക പ്രതിനിധികൾ തുടങ്ങിയവരുമായും ധനമന്ത്രി ചർച്ച നടത്തും. ഓരോ വിഭാഗങ്ങളുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തും. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിധി പറയാൻ മാറ്റിയത്. പാലം നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കണമെന്ന സർക്കാർ തീരുമാനത്തെ തുടർന്നാണ്
മൊബിലൈസേഷന് അഡ്വാൻസ് നൽകിയത് എന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിയമസഭാ സ്പീക്കറും ഇത്തരത്തിൽ മുൻകൂർ പണം നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ വാദം. സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ അപേക്ഷയിൽ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. ചോദ്യം ചെയ്യൽ സമയത്ത് ജയിൽ അധികൃതരുടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ആവശ്യം. ആവശ്യത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാകും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ സംബന്ധിച്ചും സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടെ പ്രമുഖരെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇഡി സ്വപ്നയെയും സരിത്തിനെയും ചോദ്യം ചെയ്യുന്നത്. അമേരിക്കയിൽ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ വിതരണം ഇന്ന് ആരംഭിക്കും. രാജ്യത്താകെ 145 കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ട വിതരണം. വിതരണത്തിനുള്ള വാക്സിൻ ഇന്നലെ തന്നെ കേന്ദ്രത്തിലെത്തിച്ചു. നാളെ മുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്നും വാക്സിൻ വിതരണം ചെയ്തു തുടങ്ങും. അടുത്ത 10 ദിവസത്തിനുള്ളിൽ വൈറ്റ് ഹൌസിലെ എല്ലാ ജീവനക്കാർക്കും സർക്കാർ തലത്തിലെ മറ്റുദ്യോഗസ്ഥർക്കും വാക്സിൻ നൽകാനാണ് തീരുമാനം. മാർച്ച് അവസാനത്തോടെ രാജ്യത്തെ 10 കോടി ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കുമെന്ന് വാക്സിൻ വിതരണത്തിന്റെ ചുമതലയുള്ള ആർമി ജനറൽ പറഞ്ഞു. ശബരിമല സന്നിധാനത്തെ കൂടുതൽ ഇടങ്ങളിൽ പൂന്തോട്ടങ്ങൾ ഒരുങ്ങുന്നു. മാലിന്യം നിറഞ്ഞ പ്രദേശങ്ങളെ മനോഹരമാക്കിയാണ് പൂന്തോട്ട നിർമ്മാണം. പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെടികൾ വെച്ചുപിടിപ്പിച്ചു തുടങ്ങിയത്. മാലിന്യങ്ങൾ കുന്നുകൂടിയ പ്രദേശങ്ങളിൽ നിന്നും ആദ്യം അത് നീക്കം ചെയ്ത് മനോഹരമാക്കി. സന്നിധാനത്തെ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ചെടികൾ വെച്ചുപിടിപ്പിക്കുകയാണിപ്പോൾ. ശബരിമലയെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമാണ് പൂന്തോട്ട നിർമ്മാണം. ഇത്തവണ തീർത്ഥാടകർ കുറവായതോടെയാണ് ശുചീകരണ പ്രവൃത്തിക്ക് പുറമെ പൂന്തോട്ട നിർമ്മാണത്തിലേക്കും കടന്നത്. ദേവാലയവും അതിൻ്റെ പരിസരവും, ദേവാലയം തന്നെ ഒരു ശുചിത്വത്തിൻ്റെയും വൃത്തിയുടെയും മനോഹാരിതയുടെയും ഒക്കെ ഒരു പ്രചരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ഒരു മാതൃകാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഭസ്മക്കുളത്തിന് സമീപം വൃത്തിയാക്കിയ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ ചെടികൾ നട്ടത്. മാലിന്യം നിറഞ്ഞ 8ഓളം പ്രദേശങ്ങളും ഉദ്യാനവത്കരണത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 സന്നിധാനം. കൂട്ടത്തോടെ എത്തിയ കാട്ടുതാറാവിൻ കുഞ്ഞുങ്ങളാൽ നിറഞ്ഞ ഭൂതത്താൻകെട്ട്. ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ അട്ടിക്കുളത്തെ ജലാശയത്തിലാണ് കാട്ടുതാറാവിൻ കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. ഒന്നും രണ്ടുമല്ല, 1000 കാട്ടുതാറാവുകളാൽ നിറഞ്ഞിരിക്കുന്നു ഭൂതത്താൻകെട്ടിലെ അട്ടിക്കുളത്തെ ജലാശയം. ബെൽജിയമാണ് ഈ ഇനത്തിന്റെ ജന്മദേശം. നീല, വെള്ള, തവിട്ട്, സിൽവർ ബ്രോൺസ് നിറങ്ങളിൽ ഈ താറാവുകളെ കാണാം. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തട്ടേക്കാട് പ്രദേശങ്ങളിലുള്ള ജലാശയങ്ങളിൽ ഇവയുടെ സാന്നിധ്യമുണ്ടാകാറുണ്ട്. ചൂളയരണ്ട എന്ന് വിളിപ്പേരുള്ള കാട്ടുതാറാവിന് ഉയർന്നു പറക്കാനാകുമെന്നാണ് പ്രത്യേകത. തട്ടേക്കാട്ടുള്ള ജലാശയങ്ങൾ വരണ്ടതാകാം ഇവ ഭൂതത്താൻകെട്ടിലെത്താനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ. പല ക്യാച്ച്മെന്റ് ഏരിയയിലും ചിന്നഭിന്നായിട്ട് കിടന്ന കാട്ടുതാറാവാണ്. അത് ഒത്തിരി ഇപ്പോൾ വെള്ളം കയറാത്തതിന്റെ പേരിൽ ഷെഡർ അടയ്ക്കാത്തതിന്റെ പേരിൽ ഒത്തിരി താറാവെല്ലാം അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് എല്ലാം ഇവിടെ പൂത്താങ്കട്ട് അട്ടിക്കുളത്തിലേക്കെല്ലാം പറന്നു. രാത്രിയും രാവിലെയും വൈകിട്ടും ഇവിടെ കണ്ടമാനം താറാവ് കൂടി കിടക്കും. ഇവിടെ അത് കാണാൻ വളരെ ഒരു നയനമനോഹരമായ കാഴ്ചയാണത്. കാട്ടുതാറാവിന്റെ കൂട്ടത്തെ കാണാൻ നിരവധി പേരാണ് ഭൂതത്താൻകെട്ടിലെത്തുന്നത്. ന്യൂസ് 18 കോതമംഗലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിധിയെഴുതുക. മിക്ക ബൂത്തുകളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി. കണ്ണൂരിലെയും കാസർഗോഡിലെയും പ്രശ്നബാധിത ബൂത്തുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാർ, കൊയിലാണ്ടിയിൽ നിന്നും അശ്വിൻ വല്ലത്ത്, കണ്ണൂരിൽ നിന്നും മനു ഭരത്ത, വടകരയിൽ നിന്നും സുശാന്ത്, കാസർഗോഡ് നിന്നും KV ബൈജു, പെരിന്തൽമണ്ണയിൽ നിന്നും ജിഷാദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക് പോവുകയാണെങ്കിൽ അനുമോദ്, മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആളുകളൊക്കെ വോട്ടെടുപ്പിനായി എത്തി തുടങ്ങി. ഇനി മിനിറ്റുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. എങ്ങനെയാണ്, രാവിലെ ക്യൂ ഒക്കെ ഉണ്ടോ?
രഞ്ജിനി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണക്കാട് ആണ്. ഇവിടെ നമുക്ക് കാണാം ആളുകളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്കുള്ള ആദ്യ വോട്ട് ചെയ്യാൻ ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങി. ഈ ബൂത്തിന്റെ പ്രത്യേകത ലീഗ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നത് ഈ ബൂത്തിലാണ്. അത് അല്പസമയത്തിനകം തന്നെ അവർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോക്ക് പോളിംഗ് എല്ലാം തന്നെ അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഇനി 10-15 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടെ തന്നെ ജില്ലയിൽ പോളിംഗ് ആരംഭിക്കും. ജില്ലയിലെ ഒരു പ്രത്യേകത, ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. 33,55,646 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. ഇവർക്കായിട്ട് 3,975 ബൂത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നു. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ജില്ലയിലെമ്പാടും പോലീസിന്റെ നിയന്ത്രണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം പ്രശ്ന സാധ്യതാ ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളൊക്കെ ജില്ലയിലുണ്ട്. 304 പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്, 100 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇതിൽ തന്നെ 87 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. അവിടെ 58 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബൂത്തുകൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ പ്രത്യേക സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും അതുപോലെ തന്നെ കേന്ദ്രസേനയൊക്കെ തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു. 6,190 പോലീസുകാരെയാണ് ജില്ലയിൽ ക്രമസമാധാന പാലനത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിമാരുടെയും CIമാരുടെയും കൂടുതൽ സാന്നിധ്യവും ജില്ലയിലുണ്ട്. മുൻ വർഷങ്ങളെ എല്ലാം അപേക്ഷിച്ച് കുറെ കൂടി ശക്തമായ ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ജില്ലയിലെമ്പാടും സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ജില്ലയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ് 2020 ഈ സാഹചര്യം. UDFലും 2015 ഭിന്നതകളുള്ള ഒരു കാലമായിരുന്നു. കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിച്ച 24 ഇടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊക്കെ മാറി ലീഗും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്ന സ്ഥലങ്ങളാണ് ഏറെയും. 3 മാത്രമാണ്, 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് അത്തരത്തിലൊരു ഭിന്നത നിലനിൽക്കുന്നത്. അത് ബാക്കി എല്ലായിടത്തും ഐക്യത്തോടെ തന്നെ ലീഗും കോൺഗ്രസും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സാന്നിധ്യം, വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ നീക്കുപോക്ക് UDFന് ഏതെല്ലാം മേഖലകളിൽ ഗുണം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. 30ഓളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലൊരു നീക്കുപോക്കുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടങ്ങളിലെ റിസൾട്ട്, ഫലം, അത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചും നിർണായകമാണ്. അതുപോലെ തന്നെ ഈ ഒരു സഹകരണം നീക്കുപോക്കിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. LDFനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണയാണ് മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം LDF സ്വന്തമാക്കിയത്. 37 പഞ്ചായത്തുകളിൽ LDFന് ഭരിക്കാൻ സാധിച്ചു. 94 പഞ്ചായത്തുകളാണ് ആകെ ഉള്ളത്. അതുപോലെ തന്നെ 3 നഗരസഭകൾ പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്തിൽ 5 ഡിവിഷനുകൾ LDFന് നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ഡിവിഷനും LDFന് നേടാൻ സാധിച്ചു. ഇതൊക്കെ തന്നെ ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു നേട്ടം LDF നേടുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സംഖ്യ ഇനിയും ഉയർത്താനാണ് LDFന്റെ പ്രതീക്ഷ. അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഒട്ടനവധി ഉണ്ടെന്ന് പ്രചാരിപ്പിച്ചിരുന്നു. ഒന്നാമതായിട്ട് തന്നെ സർക്കാരിന്റെ പദ്ധതികൾ ആണ് മുഖ്യ പ്രചാരമായത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, വെൽഫെയർ പാർട്ടി നീക്കുപോക്ക് തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്ത ഒരു സംഭവം. ഇതിന്റെ ഗുണം, അതായത് വെൽഫെയർ പാർട്ടിയുടെ നീക്കുപോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വിരോധമുള്ള മുസ്ലിം സംഘടനകളുടെയും പരമ്പരാഗതമായിട്ട് ലീഗിന് വോട്ട് ചെയ്യുന്നവരുടെയും കോൺഗ്രസിന്റെയും എല്ലാം വോട്ടുകൾ ചോരാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷ LDFനെ സംബന്ധിച്ചുണ്ട്. ഇത് അവർക്ക് ഏറ്റവും അതാണ് മലപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും രാവിലെ തന്നെ ആളുകളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരേക്ക് പോവുകയാണെങ്കിൽ മനു ഭരത് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. മനു, ആദ്യഘട്ടത്തിലായാലും 2ാം ഘട്ടത്തിലായാലും നമ്മൾ കണ്ടതാണ് രാവിലെ വലിയ തിരക്കാണ് ബൂത്തുകളിലെല്ലാം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ അനുമോദ് റിപ്പോർട്ട് ചെയ്തപ്പോഴും അവിടെയും രാവിലെ തന്നെ നിരവധി പേർ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ണൂരിൽ സാഹചര്യം? മനു, ഇപ്പോൾ എവിടെയാണുള്ളത്? രഞ്ജിനി, ഞാനിപ്പോൾ ഉള്ളത് ഈ ചേരിക്കൽ ബേസിക് സ്കൂളിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 8 മണിയോടുകൂടി മുഖ്യമന്ത്രി ഇവിടെ എത്തും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മോക്ക് പോളിംഗിന്റെ നടപടിക്രമങ്ങളെല്ലാം പരിശോധിച്ച് ഏറെക്കുറെ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഏജന്റുമാർ എല്ലാം എത്തിയിരിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ കണ്ണൂർ ജില്ലയിൽ പൊതുവെ നല്ല തിരക്ക് പ്രകടമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എല്ലായിടങ്ങളിലും അതിരാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വോട്ടർമാർ എത്തിത്തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഈ തലശ്ശേരി ഈ മേഖലകളിലൊക്കെ തന്നെ സ്ത്രീകളുടെ ഒരു വലിയ നീണ്ട നിര ക്യൂകൾക്ക് മുന്നിൽ തന്നെ രാവിലെ തന്നെ ഉണ്ട് എന്ന വിവരങ്ങളുമാണ് വരുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിലും, ഈ ചേരിക്കൽ സ്കൂളിലും എവിടെയും ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും
തങ്ങളും അടക്കമുള്ളവർ വോട്ടിടാനെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. തങ്ങളടക്കമുള്ളവർ വോട്ടിടാൻ അവിടെ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. എല്ലായിടങ്ങളിലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. എല്ലാവരും കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചു തന്നെ വേണം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ. കൃത്യമായി മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, എല്ലാവരും പേനയടക്കം കയ്യിൽ കരുതണം. അങ്ങനെ ആരോഗ്യവകുപ്പും സർക്കാരും നൽകിയ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടക്കം പാലിച്ചു വേണം ബൂത്തുകളിലെത്തി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ. ഇപ്പോൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ അവിടെ എത്തി വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയ കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിന്നും CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, രാവിലെ തന്നെ അദ്ദേഹം അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി CKMM ALP സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യ വോട്ടറും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ഇനിയും അല്പസമയം കൂടി ബാക്കിയുള്ളതുകൊണ്ട് അവർ ഇപ്പോൾ കാത്ത് നിൽക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും ഇവരുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റൊരു സ്കൂളിലാണ്. വോട്ട് ചെയ്തതിന് ശേഷം ഇവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാൻ പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സ്ഥിരമായിട്ട് അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവിടെ തന്നെയാണ്. CKMM ALP സ്കൂളിൽ തന്നെയാണ്. ആദ്യ വോട്ട് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. കാലങ്ങളായിട്ട് ഇവിടെ ചെയ്യാറുള്ളത്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ 6:50 അടുത്ത് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ജില്ലയിലെ മറ്റ് പ്രമുഖരെല്ലാം തന്നെ ഈ ഏറെ വൈകാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണ ഖാദർമുല്ല സ്കൂളിലാണ് വോട്ട് ചെയ്യുക. അദ്ദേഹവും 7 മണിയോടെ വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മന്ത്രി KT ജലീലും വളാഞ്ചേരിയിലാണ്. അദ്ദേഹം കാവുംപുറത്താണുള്ളത്. അദ്ദേഹം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കാവുംപുറത്തെ ഓഫീസിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുക. അത് 10:30 ആയിരിക്കും ഉണ്ടാവുക. അവർക്കൊപ്പം തന്നെ KP മജീദ്, അതേപോലെ തന്നെ AP അനിൽകുമാർ തുടങ്ങിയ പ്രമുഖരും ജില്ലയിലുണ്ട്. ET മുഹമ്മദ് ബഷീർ വാഴക്കാട് മപ്പുറം സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇവരൊക്കെ തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേതാക്കന്മാരൊക്കെ വോട്ട് ചെയ്യാൻ ആദ്യം തന്നെ വരുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ കോവിഡ് ഭയന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കുമോ എന്ന ആശങ്ക പെട്ടു നിൽക്കുന്ന സമയത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് കൂടുതൽ പ്രവർത്തകരെയൊക്കെ ഈ ആളുകളെയൊക്കെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ഇവരുടെയൊക്കെ സാന്നിധ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം മുൻപത്തെ പോലെയല്ല, ഒരുപാട് സമയം ചിലപ്പോൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കോവിഡ് മാനദണ്ഡപ്രകാരമുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും അത് നടപ്പാക്കുവാനും സാധാരണയിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കാരണം അത് മാതൃകാപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്പനേരം അധികം കാത്തു നിൽക്കേണ്ടി വന്നാലും എല്ലാവരെയും വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ചുമതലയാണ് പാർട്ടി പ്രവർത്തകർക്ക് ഉള്ളത്. അതിന് ഈ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം, അവരൊക്കെ ആദ്യം തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനകം ഇനി 5 നിമിഷം കൂടി ബാക്കിയുണ്ട്. ആദ്യ വോട്ട് അല്പസമയത്തിനകം തന്നെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ CKMM ALP സ്കൂളിൽ രേഖപ്പെടുത്തും. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. ഇതിനോടകം തന്നെ നിരവധി പേർ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വരി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് വരി നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഒട്ടനവധി സ്ഥലങ്ങളിലും സമാനമായ തോതിൽ തന്നെ ഒരു തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ തരത്തിൽ ഉള്ളൊരു സാഹചര്യമാണ് നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ആദ്യ വോട്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ രേഖപ്പെടുത്തും.
ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ള. 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഇപ്പോൾ മലപ്പുറത്ത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ ഇ പി ജയരാജനും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 7 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ട് ചെയ്യാനായി പോകുന്ന എല്ലാവരും കൃത്യമായി ജാഗ്രത പാലിച്ച് സാമൂഹ്യ അകലം പാലിച്ച് സാനിറ്റൈസറും മാസ്കും എല്ലാം ഉപയോഗിച്ച് വേണം വോട്ട് രേഖപ്പെടുത്താൻ. അവർ കൃത്യമായി പേനയടക്കം കയ്യിൽ കരുതുകയാണെങ്കിൽ അത് കയ്യിൽ കരുതണമെന്ന കഴിഞ്ഞ ദിവസം കെ ശൈലജ അടക്കം ആരോഗ്യമന്ത്രി അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി വ്യക്തമാക്കിയ കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ കൃത്യമായി സാമൂഹ്യ അകലം എല്ലാം പാലിച്ച് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് കൃത്യമായി എല്ലാവരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതാണ്. വോട്ടെടുപ്പ് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വടകരയിൽ നിന്നും സുശാന്ത് കൂടി ചേരുന്നുണ്ട്. സുശാന്ത്, വടകരയിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? രഞ്ജിനി, തീരദേശ മേഖലയിൽ മാത്രമാണ് അല്പം ക്യൂ രാവിലെ തന്നെ കാണപ്പെട്ടത്. മറ്റ് പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള ക്യൂകളൊന്നും ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. കോഴിക്കോട് റൂറൽ മേഖലയിൽ കനത്ത സുരക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. മാവോവാദി ഭീഷണിയുള്ള 60 ബൂത്തുകൾ ഉൾപ്പെടെയുള്ള പ്രദേശം കൂടിയാണ് വടകര മേഖല. സ്ഥാനാർത്ഥികളോ ഏജന്റുമാരോ ആവശ്യപ്പെട്ടാൽ പോലീസ് സുരക്ഷ നൽകണമെന്നും തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ സാഹചര്യം ഒരുക്കണമെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവള്ളൂർ പഞ്ചായത്തിലെ 17ാം വാർഡ് UDF സ്ഥാനാർത്ഥി രതീഷ് അനന്തോത്ത് ഉൾപ്പെടെയുള്ളവർ ഹർജി ഫയൽ ചെയ്ത പ്രകാരം ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്താൻ പോലീസ് സന്നദ്ധമായിട്ടുണ്ട്. 2087 ബൂത്തുകളിലായി. ശരി, 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് ന്യൂസ് 18 ലലുവും ഗോപിയും ചേരും.